വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ വേണ്ടിയിട്ട് മുംബൈയിലെ മാഗ്നറ്റ് മാളിലേക്ക് പോയതാണ് കേട്ടോ. മാള് അത്യാവശ്യം പഴക്കം ചെന്ന ഒരു മാളാണ്. അധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളൊന്നും ഇല്ലാത്ത ഒരു പഴയ മാളാണ് കേട്ടോ. തിയേറ്ററിന്റെ കാര്യം പറയുമ്പോൾ ഏതാണ് അതുപോലൊക്കെ തന്നെയാണ്. കാണുമ്പോൾ അത്യാവശ്യം പഴക്കം പുറത്തുനിന്ന് തോന്നുന്നുണ്ട്. പിന്നെ സിനിപോളിസ് ആണ് ഇവിടെ തിയേറ്റർ റൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുംബൈ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹിന്ദി സിനിമകളുടെ പോസ്റ്ററുകളൊക്കെ നമുക്ക് ഈ ഒരു തിയേറ്ററിന് മുമ്പിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണാനായിട്ട് പറ്റും. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിയേറ്റർ ബിൽഡിങ്ങിന്റെ പുറത്തായിട്ടാണ് ബോക്സ് ഓഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം തിയേറ്ററിനകത്തേക്ക് കയറാനായിട്ട്. പിന്നെ നമ്മുടെ PVR വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ആടുജീവിതം തുടങ്ങിയ സിനിമകളൊക്കെ ബാൻ ചെയ്തായിരുന്നല്ലോ. അതായത് മലയാള സിനിമകൾ മൊത്തമായിട്ട് ബാൻ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടിയത് മറ്റ് ബ്രാൻഡുകൾക്കാണ് കേട്ടോ. നമ്മുടെ സിനിപോളിസ് ആണ് അത് കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും കൂടുതൽ മലയാളികൾ കയറുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഏകദേശം ഒരു 99% ആൾക്കാരും വന്നിരിക്കുന്നത് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സിനിമ വന്നിരിക്കുന്നത് സ്ക്രീൻ 6-ലാണ്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങളിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നേരെ സ്ക്രീൻ 6-നകത്തേക്ക് കയറിയപ്പോഴാണ് ആ ഒരു നഗ്നമായ സത്യം മനസ്സിലാക്കിയത്. സ്ക്രീൻ അത്യാവശ്യം വലിയ സ്ക്രീനാണ് കേട്ടോ. തിയേറ്റർ അത്യാവശ്യം പഴയ തിയേറ്റർ ആണെങ്കിൽ പോലും സ്ക്രീനിന്റെ സൈസ് ഗംഭീരമാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ സിനിപോളിസിന്റെ ഒരു വലിയ സ്ക്രീൻ ഈ ഒരു ഓഡി 6-ൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ വെള്ളം തരുമല്ലോ. പക്ഷെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർ മറ്റേ വാട്ടർ കപ്പൊന്നും വെക്കാറില്ല. നമ്മൾ ഇങ്ങനെ അടിയിലൊരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് വാ കൊണ്ട് ഇങ്ങനെ കുടിക്കണം. അതാണ് അവസ്ഥ.